രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യം. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥയിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ചതോടെ നാളത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതിലാണ് ആകാംക്ഷ. എന്നാൽ ജാമ്യ ഉത്തരവ് ലഭിച്ചയുടനെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ നീക്കം. പാലക്കാട് ഉൾപ്പെടെ 7 ജില്ലകൾ നാളെ തദ്ദേശ ജനവിധി രേഖപ്പെടുത്താൻ ഒരുങ്ങുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ആശ്വാസകരമായ വിധി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി 23കാരി നൽകിയ കേസിലാണ് രാഹുലിന് മുൻകൂർ ജാമ്യം. വിധി രാഹുലിന് മാത്രമല്ല കോൺഗ്രസിനും UDF-നും ആശ്വാസമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് വേളയിൽ പരോക്ഷ പ്രതിരോധത്തിനെങ്കിലും UDF-ന് കച്ചിത്തുരുമ്പാവുന്നതാണ് വിധി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാക്കുകളിൽ രാഹുലിനെ കൈവിട്ടിട്ടില്ലെന്ന് വ്യക്തവുമാണ്. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ ആയിരുന്നു കേട്ടോ. അതിന്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചു, എൻ്റെ അടുത്ത് അതിന്റെ കോപ്പിയുണ്ട്. പേരില്ലെങ്കിലും അഡ്രസ് ഇല്ലെങ്കിലും അതിന്റെ ഉദ്ദേശം എനിക്കറിയാം. രണ്ടാമത്തെ കേസിൽ രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം മാത്രമാണ് ചുമത്തിയിരുന്നത്. ദേഹോപദ്രവമേൽപ്പിക്കൽ, പിന്തുടർന്ന് ശല്യം ചെയ്യൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. വിവാഹ വാഗ്ദാനം ചെയ്താണ് പെൺകുട്ടിയെ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചതെന്ന് തെളിയിക്കുന്ന തെളിവുകളും കോടതിയിൽ ഹാജരാക്കി. യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളായിരുന്നു ഇതിൽ പ്രധാനം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ നീക്കം. ഇതോടെ നാളത്തെ തെരഞ്ഞെടുപ്പ് ദിവസം പാലക്കാടാകും ശ്രദ്ധാകേന്ദ്രം. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുലിന്റെ വോട്ട്. രാഹുൽ എത്തുമെന്ന അഭ്യൂഹവും ശക്തമാണ്. രാഹുലിന് ജാമ്യം ലഭിച്ചത് പ്രോസിക്യൂഷന്റെ കഴിവുകേടാണെന്നും പുകഞ്ഞുകൊള്ളി പുറത്തുനിന്നുമായിരുന്നു K. മുരളീധരന്റെ പ്രതികരണം. ജാമ്യം കിട്ടുന്നതനുസരിച്ച് നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ പുറത്താക്കിയത് ഫൈനലാണ്. ഞാൻ പറഞ്ഞല്ലോ, പുകഞ്ഞ കൊള്ളി പുറത്ത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുത് എന്നിവയാണ് ജാമ്യ വ്യവസ്ഥകൾ. രാഹുലിനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഈ മാസം 15 വരെ അറസ്റ്റ് തടഞ്ഞു. 2 കേസുകളിലും അറസ്റ്റിന് സാധ്യത ഇല്ലാതായതോടെ ഒളിയിടങ്ങളിൽ നിന്ന് രാഹുലിന് പുറത്തുവരാം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.